മൂന്നാം ഞായറാഴ്ച ആത്മീയ ജീവിതത്തിന്റെ 3 അടിസ്ഥാന ശിലകളെക്കുറിച്ച്, നെടുംതൂണുകളെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുകയാണ്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ഇസ്രായേലിനെ പഠിപ്പിക്കുന്ന പാഠത്തെ ഇന്ന് ധ്യാനിക്കാനായിട്ട് നമുക്ക് നൽകുകയാണ്. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന പുണ്യങ്ങൾ ദൈവസന്നിധി വെക്കണം, അതുപോലെ അവഗണനകൾ. ഈ ദരിദ്രനോട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ അത് എന്റെ സന്നിധിയിലെത്തും, അവന്റെ നിലവിളികൾ ഞാൻ കേൾക്കും. രണ്ടാമത്തെ വായനയിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ള വായനയിൽ എപ്രകാരമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതെന്ന് തോബിത്തിനെ ഒരു ദൃഷ്ടാന്തമാക്കി അവതരിപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. തനിക്ക് കൊടുക്കാൻ ഭൗതികമായി ഒന്നുമില്ലെങ്കിലും തന്റെ മനസ്സും മുൻഗണനകളും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന തോബിത്തിനെ നാം തോബിത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും നിഴലുപോലെ ഒരു ദൂതൻ നടക്കുന്നതിനെ നമ്മൾ കാണും. മൂന്നാമത്തെ വായനയിൽ കോർദോസ്കാർക്ക് എഴുതുന്ന ലേഖനം, 2-ാം ലേഖനം 8-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസപ്പോസ്തലൻ എല്ലാം കൊടുത്ത ക്രിസ്തുവിനെ മാതൃകയാക്കാൻ തന്റെ ശ്രോതാക്കളെ ഉപദേശിക്കുന്നു. 4-ാമത്തെ വായനയിൽ സുവിശേഷത്തിലെ പ്രാർത്ഥനയും ഉപവാസവും പുണ്യപ്രവൃത്തികളും ഞാനും പിതാവും മാത്രമായിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നിർവഹിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടവരെ ധരീന്ദ്രൻ പ്രകാരം പറയുന്നു, സ്വയം കണ്ണാടി നോക്കുന്ന നന്മ ശിലയായി മാറും. മൃദുലമായ പ്രോത്സാഹന വചനങ്ങൾ ഉപയോഗിക്കുന്ന നന്മകൾ ഒരു ശാപത്തിന് ജന്മം നൽകുന്നു. പ്രാർത്ഥനയും ഉപവാസവും പുണ്യപ്രവൃത്തികളും വഴി ഈ നോമ്പുകാലത്തെ കൂടുതൽ മനോഹരമാക്കാൻ, അർത്ഥപൂർണമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം.